നികേഷിനെ വീട്ടിൽ നിന്ന് കാണാതായ സമയത്ത് നിധി കൊലയിലെ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. നിധി പണ്ട് നികേഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. ഒരു തവണ നിധി പറയും കോളേജിൻ്റെ തൊട്ടടുത്ത് ബീച്ചുണ്ടായിട്ട് പോലും ആ ബീച്ചിലേക്ക് പോകാത്ത കുട്ടികളുണ്ട്. നികേഷ് പറയും എനിക്ക് കടൽ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ അടുത്തൊരു ബീച്ചുണ്ട് വലിയതുറ. അതിൻ്റെ അടുത്ത് കുറച്ച് മാറി പാറക്കെട്ടുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ അധികം ആൾക്കാരൊന്നും ഉണ്ടാവാറില്ല. അവിടെ പോയി ഞാൻ കുറേ നേരം ഇരിക്കും. കടൽ കുറേ നേരം നോക്കിക്കൊണ്ടിരുന്ന വിഷമങ്ങളൊക്കെ പതിയെ ഇല്ലാതാവും. നിധിക്കും അതിനുവേണ്ടി നിനക്കെന്താടാ വിഷമം? നികേഷ് പറയും അതൊക്കെയുണ്ട്. വീട്ടിലെ ചേട്ടന്മാരെ വഴക്കുണ്ടാക്കുമ്പോൾ എനിക്ക് നല്ല വിഷമം വരും. അപ്പോൾ ഞാൻ അവിടെ പോയി ഇരിക്കും. ഈ കാര്യം പെട്ടെന്ന് നിധിക്ക് ഓർമ്മ വരുവാണ്. നിധി ആ സമയത്ത് തന്നെ സുധിയെ ഫോൺ വിളിച്ച് പറയും. സുധിക്കും അവിടെ തന്നെ ഉണ്ടാവുന്ന എന്താ ഇത്ര ഉറപ്പ്? നിധിക്കും ഒന്ന് പോയി നോക്കിയാലെന്താ? ഇക്കാര്യം സുധി സുഭാഷിനോട് പറയുമ്പോൾ സുഭാഷ് പറയും വാ നമുക്ക് വേഗം പോയി നോക്കാം. അവരവിടെ എത്തിയിട്ട് സുധി നികേഷേന്ന് ഉറക്കെ ഇങ്ങനെ വിളിക്കുകയാണ്. പക്ഷേ ഒരു റെസ്പോൺസും കാണുന്നില്ല. അവർ പാറക്കല്ലുള്ള അങ്ങോട്ട് നടക്കുമ്പോൾ അവിടെ ഒറ്റയ്ക്കിരിക്കുന്ന നികേഷിനെ കാണും. സുധി നികേഷിനോട് വയ്ക്കും നീ എന്തിനാടാ ഇവിടെ വന്നിരിക്കുന്നത്? ഇങ്ങനെ അങ്ങോട്ട് നോക്കിയിരിക്കാൻ അവിടെ എന്താ ഉള്ളത്? സുധി പറയും കോളേജ് തീർന്ന ഉടനെ വീട്ടിൽ വരുന്നതല്ലേ നീ? ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ ഒന്ന് ഫോൺ വിളിച്ച് പറയെങ്കിലും ചെയ്തൂടെ? അതൊക്കെ പോട്ടെ, രാത്രിയിലെ നിനക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയല്ലേ? ഇപ്പം നിനക്ക് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്താ പേടിയില്ലേ? നികേഷ് വയ്ക്കും ഞാനിവിടെ ഉണ്ടെന്ന് നിങ്ങൾക്കെങ്ങനെ മനസ്സിലായി? സുധി ഒരു നല്ല ചോദ്യമായി. ഉച്ചയാകുമ്പോൾ വീട്ടിലെത്തേണ്ട പയ്യൻ രാത്രി 8 മണിയായിട്ടും വീട്ടിലെത്തില്ലെങ്കിൽ അന്വേഷിക്കണ്ടേ? നികേഷിന് ഇതൊക്കെ കേൾക്കുമ്പോൾ വിഷമാവും. നികേഷ് പറയും സോറി ഏട്ടാ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സുധി പറയും നിനക്ക് എന്തിനാടാ ഇത്ര വിഷമം? ഇത്രയും കാലം അറിയാൻ പാടില്ലാത്തൊരു കാര്യം നീ പറഞ്ഞു. അതിൽ കൂടുതൽ എന്താ ഉണ്ടായത്? സുധി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നികേഷിനെ സമാധാനിപ്പിക്കുകയാണ്. നികേഷ് സുധിയെ കെട്ടിപ്പിടിച്ച് കരയും. സുധി പറയും നിനക്ക് സങ്കടം വന്ന് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? നമുക്ക് കാറെടുത്ത് ചുറ്റിക്കറങ്ങി വരായിരുന്നല്ലോ. നീ സുഭാഷ് ചേട്ടൻ്റെ കാര്യം ഓർത്തോ? അവിടെ കിടന്ന് കരയായിരുന്നു പാവം. നികേഷ് ചോദിക്കും സുഭാഷ് ചേട്ടൻ എവിടെ? ഒരറ്റത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സുഭാഷിനെ സുധി കാണിച്ചു കൊടുക്കും. നികേഷ് ഓടിച്ചെന്ന് സുഭാഷിൻ്റെ കാലിൽ പിടിച്ച് കരയാണ്. സുധി നിധിയെ വിളിക്കുമ്പോൾ നിധി ചോദിക്കും കണ്ടോ അവനെ? സുധി പറയും ഇയാൾ പറഞ്ഞ അതേ സ്ഥലത്ത് അവനുണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ചു വരാൻ പോവാ, 1 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തും. ഇത് കേൾക്കുമ്പോൾ നിധിക്ക് സമാധാനമാവും. നിധി പറയും ഹരീഷിനെ വിളിച്ച് പറയണേ, അവന് സമാധാനമാവും. നിധി വേഗം പോയിട്ട് അച്ഛനോടും ഈ കാര്യം പറയും. നികേഷ് സുഭാഷിനോട് കുറേ മാപ്പ് പറയാണ്. സുഭാഷ് പറയും സാരമില്ലടാ, ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും വിഷമമുണ്ടായാൽ ഞങ്ങളോട് പറയണം. വീട്ടിലെ ഹരീഷ് ടെൻഷനായിട്ട് മുറ്റത്ത് ഇങ്ങനെ നടക്കുകയാണ്. അച്ഛനാണെങ്കിൽ ഒരു പാട്ടും വെച്ച് അതിൻ്റെ കൂടെ പാട്ട് പാടുകയാണ്. ഇത് കാണുമ്പോൾ ഹരീഷിന് ദേഷ്യം വരും. ഹരീഷ് വന്നിട്ട് ആ റേഡിയോ എടുത്ത് എറിയാണ്. അച്ഛൻ പറയും ആകെ ഒരു സമാധാനം ഇതാ, അല്ലെങ്കിലേ കേടാവാനായ റേഡിയോ ആണ്. അതും പറഞ്ഞ് അച്ഛൻ ആ റേഡിയോ ഒന്നുകൂടി എടുത്തിട്ട് പിന്നെയും പാട്ട് വെക്കുകയാണ്. ഹരീഷിനാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ദേഷ്യം വരും. ആ സമയത്ത് സുധിയൊക്കെ കാറിൽ അങ്ങോട്ട് വരികയാണ്. വരുമ്പോൾ തന്നെ ഹരീഷ് ഓടിച്ചെന്ന് നികേഷിനെ കെട്ടിപ്പിടിക്കും. നീ എങ്ങോട്ടാടാ പോയതെന്ന് ചോദിച്ചിട്ട് നികേഷിനെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഹരീഷാണെങ്കിൽ നികേഷിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സുഭാഷ് പറയും വേണ്ട, അവനൊന്ന് വിശ്രമിച്ചോട്ടെ. ഹരീഷ് പറയും നിനക്ക് വേണ്ടി രാവിലെ മുതലേ ഞാൻ അലയായിരുന്നു. നിൻ്റെ എല്ലാ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയി. ഞാൻ മാത്രമല്ല ഇവരൊക്കെ നിന്നെ തേടി നടക്കുകയായിരുന്നു. നിധി നികേഷിനോട് പറയും തിരിച്ചു വരുമ്പോൾ താലവും വിളക്കെടുക്കാൻ മറന്നുപോയി. വലിയ വീരനായകനെ പോലെയല്ലേ തിരിച്ചു വന്നത്? ഏട്ടന്മാരൊക്കെ തോൽപ്പിക്കാൻ വേണ്ടി പോയതല്ലേ? അവർ തോറ്റു, നീ ജയിച്ചു. ഇത് കേൾക്കുമ്പോൾ നികേഷിന് വിഷമാവും.